ഇതിൻ്റെ പാറ്റേൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെയും ഇതൊന്ന് തീർത്തിട്ടൊന്ന് ഇട്ട് കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹത്തിലാണ് ഇച്ചിരി വേഗം ക്രോഷേ ചെയ്ത് ഇന്നത്തേക്കുള്ളത് തീർക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഈ രാത്രിക്കുള്ളിൽ ഇത് ഡ്രൈ ചെയ്യാനായിട്ട് ഇടാം, ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇടാം. മെഷ് സ്റ്റിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാറ്റേണിൻ്റെ ഭാഗം കഴിഞ്ഞുകൊണ്ടേ ഭയങ്കര നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതും കൂടിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിൻ്റെ നൂലുകളൊക്കെ പ്രോപ്പർലി സെക്യൂർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കണ്ടോ, ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ബ്ലോക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒന്ന് സ്ട്രെച്ച്ഡ് ഔട്ട് ആകും. ഭയങ്കരമായിട്ടാവില്ല, ചെറുതായിട്ട്. സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ ഇട്ടെ മാറ്റിയിട്ടൊന്ന് ഹാങ്ങറിൽ ഒന്ന് ഇട്ട് നോക്കാം. അപ്പം ഇതുപോലെ ഒന്ന് ഇട്ട് കഴിയുമ്പോൾ അറിയാമല്ലോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അയ്യോ, ഒരു സ്റ്റിച്ച് മാർക്കർ ഉണ്ടെന്ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇനി ബ്ലോക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ സോഫ്റ്റ്നെസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, വെറും വെള്ളത്തിൽ കുറച്ചു നേരം സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രോജക്റ്റ് ഒന്ന് തുടങ്ങി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതെടുത്ത് ആദ്യം അകത്ത് വെച്ചിട്ട് നമുക്ക് വേണ്ടുന്ന അടുത്ത നൂലെടുക്കാം. ഇതെടുക്കാമല്ലേ. അപ്പോൾ ഇതെടുത്ത് നമ്മളൊരു സ്കാർഫ് അല്ലെങ്കിൽ ഒരു വെയിൽ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ട്രയാങ്കുലർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണതാണ്. ഇപ്പോൾ ട്യൂട്ടോറിയലിൽ നിന്ന് കണ്ടെന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രഗ്ലിങ് ഫേസാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുട്ടൻസ് എനിക്ക് പിടി കിട്ടി, അതാണ് ഞാൻ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞത്. ഇപ്പോൾ കണ്ടോ, ഞാനത് ഓൾമോസ്റ്റ് എനിക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു കുഞ്ഞ് ട്രയാങ്കിൾ റെഡി. ഇനി അടുത്ത റോയും കൂടി നോക്കി ചെയ്യുന്നു, പിന്നെ ഞാൻ തന്നെ ഇരുന്ന് ചെയ്യാണ്. എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്യൂട്ടോറിയലൊക്കെ ഒരു വഴിക്കാണ്, അതൊന്നും നോക്കലില്ല, നമ്മളങ്ങോട്ട് ചെയ്യുകയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരും, മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇതിലൊരു പാറ്റേൺ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. സെയിം പാറ്റേൺ, ഫില്ലെ ക്രോഷ്യ ടോപ്പിൻ്റെ ഫ്ലവർ പാറ്റേൺ ഉണ്ടല്ലോ, അത് സെയിം പാറ്റേൺ തന്നെയാണ് ഞാനിതിലും ഇട്ട് നോക്കാനായിട്ട് പോണത്. ഇതിപ്പോൾ ഞാനിങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നത്, ഓരോ റോയിലും എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ റോയിൽ തന്നെ കറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് നമ്മൾ ഒരു മിസ്റ്റേക്ക് രണ്ടാമത്തെ റോയിൽ കണ്ടുപിടിച്ചിട്ട് എല്ലാം അഴിച്ചു പണിയിൽ അത്ര നിസ്സാരമല്ലല്ലോ. അതുകൊണ്ട് അപ്പം നമ്മൾ നോക്കുക, കറക്റ്റ് ചെയ്യുക, ക്രോഷ്യ ചെയ്യുക, കീപ് ഗോയിങ്. ഇതിപ്പോൾ എനിക്ക് ആ പാറ്റേൺ ആഡ് ചെയ്യാറായിട്ടുണ്ട്, കുഴപ്പമില്ല. അതിനായിട്ട് ഞാൻ 2 സ്റ്റിച്ച് മാർക്കേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലേക്ക് അങ്ങോട്ട് പാറ്റേൺ കുറച്ച് വരും. 1ാം റോ നാളെ തുടങ്ങാം. അതിന് മുമ്പ് നമ്മുടെ ഇവിടെ സംഭവം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെടുത്ത് അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കണം. അപ്പം അതിനാണ് ഇങ്ങനെ നിവർത്തിയിട്ട് ഈ ഒരു ടർക്കി ഡബിളാക്കി ഇട്ടിട്ട് ഒന്നും കൂടിയും ഒപ്പിയെടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ തൽക്കാലം ഇങ്ങനെയൊക്കെ റോൾ ചെയ്തിട്ട് അതിൽ നിന്ന് ഒപ്പിയെടുക്കണത്. എന്നിട്ട് ഒന്നും കൂടിയും ഒന്ന് നിവർത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയും ഇട്ടൊന്നും കൂടി ചെയ്യാമെന്ന് വിചാരിക്കണു. അങ്ങനെ മടക്കി തുറക്കുക. അപ്പം അത്യാവശ്യം അതിൽ നിന്ന് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊരു ബെഡാണ്. ആ പഴയൊരു ബെഡിൻ്റെ മുകളിൽ വേറൊരു ഫോം ടൈപ്പ് സംഭവം ഇട്ടിരിക്കുന്നതാണ്. അതുമെയാണ് ഞാൻ ഈ പിന്നെ വെച്ച് കുത്താൻ പോകുന്നത്. അപ്പം ഈ മുകളിലെ ഭാഗം മാത്രമാണ് എനിക്ക് ആ ഒരു ഷേപ്പ് നിലനിർത്തേണ്ടതായതുകൊണ്ട് ഞാൻ അവിടെ മാത്രം കുത്തി കൊടുക്കുകയാണ്. ഇനി താഴോട്ട് എനിക്ക് ഒന്നും വേണ്ട, അതങ്ങനെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും കൂടി ഒന്ന് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് വെച്ചിട്ടെടുത്ത് ഇതാണ് നമ്മുടെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കുമ്പോഴുള്ള അവസ്ഥ.